أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻഫിത്താറിൻ്റെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഓതിവെച്ചത്. ഇതിന്റെ അർത്ഥം ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا السماء انفطرت. إذا السماء ആകാശം ആകുമ്പോൾ, ഇൻഫത്തറത്ത് അത് പൊട്ടിത്തകരുമ്പോൾ, പൊട്ടിപ്പൊളിയുമ്പോൾ. ഇൻഫത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിയാണ്. വൈദൽ കവാകിബ് ഇൻതസറത്ത്. കൗകബ്, കവാകിബ് നക്ഷത്രങ്ങൾ. ഇൻതസറത്ത് അത് ചിതറിത്തെറിക്കുമ്പോൾ. വൈദൽ ബിഹാറു ഫുജ്ജിറത്ത് സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ അഥവാ കവിഞ്ഞൊഴുകപ്പെടുമ്പോൾ. വൈദൽ ഖുബൂറു ബുഅസിറത്ത്. വൈദൽ ഖുബൂറു ഖബറുകളാകുമ്പോൾ. ബുഅസിറത്ത് അത് ഇളക്കി മറിക്കപ്പെടുമ്പോൾ. അലിമത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്. അലിമത് നഫ്സും, ഓരോ നഫ്സും, ഓരോ ആത്മാവും, ഓരോ മനുഷ്യനും അറിയും. മാ ഖദ്ദമത് എന്തൊക്കെയാണോ താൻ ചെയ്ത് വെച്ചത് എന്നും, വഅഖറത് എന്തൊക്കെയാണോ ചെയ്യാതെ മാറ്റിവെച്ചത് എന്നും ഓരോ നഫ്സും, ഓരോ ആത്മാവും അറിയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ആകാശത്തിൻ്റെ ഈ അവസ്ഥ. അത് പല സൂറത്തുകളിലും വന്നിട്ടുണ്ട്. ഇതിലും കൂടി ഒന്നുകൂടി ആവർത്തിക്കാം. ആകാശത്തിൻ്റെ ഈ ഘടന തകർന്നു വീഴും. അപ്പോൾ ആകാശം ഇൻഫത്തറ അത് പൊട്ടിത്തകരും. ഇപ്പോഴുള്ള കെട്ടും മട്ടുമൊക്കെ നഷ്ടപ്പെടും. എന്നിട്ട് വൈദൽ കവാകിബ് ഇൻതസറത് ആകാശത്തിൻ്റെ ഘടന നഷ്ടപ്പെട്ടാൽ, ഇന്നിപ്പോൾ ആകർഷണവും അതുപോലെ അവ തമ്മിലൊക്കെ സ്വയം കറങ്ങുകയും സൂര്യനെ ചുറ്റുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആകർഷണം നഷ്ടപ്പെടുമ്പോൾ, ഇപ്പോഴുള്ള ഘടന നഷ്ടപ്പെടുമ്പോൾ, അതോടുകൂടി ഇതിലേക്ക് ഈ ആകാശത്തുള്ള നക്ഷത്ര ഗോളങ്ങൾക്കൊക്കെ അവയുടെ ഘടന നഷ്ടപ്പെടും. അതൊക്കെ ചിഹ്നച്ചിതറിയ മുത്തുകൾ പോലെ ഒന്നൊന്നിനെ വരെ കെട്ടിമറിഞ്ഞ് വീണുകൊണ്ടിരിക്കും, വീണ് തകരും. വൈദൽ ബിഹാറു ഫുജ്ജിറത്ത് പിന്നെ പറയുന്നത് സമുദ്രങ്ങൾ. ഇപ്പോൾ ഓരോ സമുദ്രങ്ങളും ഓരോ പേരിൽ അറിയപ്പെടുന്നു. ഓരോ സമുദ്രം ഓരോ സ്ഥലത്തിൻ്റെ അടയാളം കൂടിയാണ്. ആ ഘടന മാറിയിട്ട് സമുദ്രങ്ങൾക്ക് ഇടയിലുള്ള ആ വേർതിരിവൊക്കെ മാറി ഒന്നായിത്തീരുമെന്നാണ് ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. അതല്ല, ഈ സമുദ്രം ഇപ്പോൾ കെട്ടി വെച്ച വെള്ളം പോലെയാണ്. ആ ഘടന മാറിയിട്ട് അത് പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ, അഥവാ പല വഴികളിലൂടെയും അത് ഒഴുകിപ്പോവുകയും സമുദ്രം വറ്റിപ്പോവുകയും ചെയ്യുന്ന. നേരത്തെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഥവാ സമുദ്രം അതിൻ്റെ ഈ ഘടന മാറിയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ മാറിയാൽ അത് കത്തി തീർന്നു പോകാനേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ സമുദ്രം വറ്റിപ്പോവും.
ഇനി സംഭവിക്കുന്നത് വൈദൽ ഖുബൂർ ബുഅ്സിറത്, ഖബറുകൾ ഇളക്കി മറിയും. രണ്ട് രൂപത്തിലാണ് പറഞ്ഞത്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖബർ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലുള്ള വസ്തുക്കളാണ്, അവർക്ക് അങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ അതിലുള്ള ഖനിജങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ട് ആളുകൾ അന്തം വിടും, ഇത് ഇത്ര കൂടുതൽ സാധനങ്ങൾ എന്താ പുറത്തേക്ക് വന്നതെന്ന് അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വ്യക്തതയുള്ളത് ഖബറിലുള്ള ഖബറാളികളായ ഖബറിൽ കിടക്കുന്ന ആളുകൾ അവരൊക്കെ പുറത്തേക്ക് കൊണ്ടുവരപ്പെടും, വിചാരണ നടക്കാൻ പോകണം, അത് അങ്ങോട്ട് വരുന്നത്. ഇതിൻ്റെ സ്വഭാവം തന്നെ നമ്മൾ നോക്കിയാൽ, ഈ ആയത്തിൻ്റെ ഘടന നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരു വീട്, നിങ്ങൾ താമസിക്കുന്ന വീട് ഇതാ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇവിടെ അങ്ങോട്ടില്ല. അഥവാ ലോകം അവസാനിക്കുന്ന ഏതാണ്ട് അടുത്ത സന്ദർഭത്തിലാണ്, അതിനെപ്പറ്റിയാണ് ഇത് പറയുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വല്ലാതെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനും പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും നന്മ ചെയ്തിട്ട് സ്വർഗത്തിൻ്റെ ഭാഗത്തേക്കും തിന്മ ചെയ്ത് നരകത്തിൻ്റെ ഭാഗത്തേക്കും ഒന്നും പോകാൻ ഇനി നേരല്ല. ആ ഒരു സന്ദർഭത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ കാണിച്ചു തരുന്നത്, ഇങ്ങെത്തുന്ന അവസ്ഥ. അപ്പോൾ അതിനെ തന്നെ അള്ളാഹു രണ്ട് രൂപത്തിലാണ് പറയുന്നത്. ഒന്ന് മേലെ ഉള്ള ഇത്, കാരണം നമ്മളൊരു വീട് പൊളിക്കുകയാണെന്ന് വിചാരിച്ചാൽ വീടിൻ്റെ മേലെ ഭാഗമാണല്ലോ ആദ്യം പൊളിക്കുക. അപ്പോൾ ആകാശത്തിൻ്റെ ഘടന നഷ്ടപ്പെടും, ആകാശം പൊട്ടിപ്പൊളിയും. അതേപോലെ തന്നെ ആകാശത്തിലുള്ള എല്ലാ വസ്തുക്കളും, ഈ ഗോളങ്ങളൊക്കെ നിലത്തേക്ക് ഉതിർന്നു വീഴും. ആ ഒരു രീതിയാണ് ആദ്യം പറഞ്ഞു വെച്ചത്. ആദ്യം ആകാശത്തെ പറ്റിയാണ്, വീട് പൊളിക്കുമ്പോൾ വീടിൻ്റെ മേലെ ഭാഗത്തെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെ. പിന്നീട് വരുന്നത് ഈ സമുദ്രത്തിൻ്റെ ഘടന മാറും, സമുദ്രം പൊട്ടി ഒഴിക്കപ്പെടുകയോ അതല്ലെങ്കിൽ സമുദ്രത്തിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ മാറിയിട്ട് അത് കത്തിക്കപ്പെടുകയോ ഒക്കെ ചെയ്യും. അതേപോലെ ഖബറുകളിലുള്ളതൊക്കെ അവരൊക്കെ പുറത്തേക്ക് ചാടും, ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരും. ഇനി അടുത്ത ഒരൊറ്റ ഊത്ത്, ആ അടുത്ത ഊത്തോട് കൂടിയിട്ട് മുഴുവൻ എല്ലാവരും കൂടി എണീറ്റ് അള്ളാഹുവിൻ്റെ വിധിയിലേക്ക് ചെല്ലുന്ന അത് മാത്രമേ ബാക്കിയുള്ളൂ. അവിടെയാണ് അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്, എന്തൊക്കെയാണോ തങ്ങൾ ഖദ്ദമാന്ന് വെച്ചാൽ ഒരുങ്ങി വന്നത്, മുന്നോട്ട് കൊണ്ടുവന്നത്, ആ സംഗതിയെ സംബന്ധിച്ച് അപ്പം ആ മനുഷ്യനറിയും, ഞാൻ ഇത്രയും നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ പെരുമാറിയിട്ടുണ്ട്. ആ നന്മകളൊക്കെയാണ് ആദ്യം പറയുന്നത്. അലിമത് നഫ്സും മാ ഖദ്ദമത്, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയ എന്തൊക്കെ കൊണ്ടുവന്നോ അതിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. വ അഖറത്, അതേപോലെ തന്നെ ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ബാക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട നിർബന്ധ ബാധ്യതകൾ, അതേപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റത്തിന് വേണ്ടിയിരുന്ന മാന്യത, അതുപോലുള്ള കാര്യങ്ങൾ, നമ്മൾ പ്രവർത്തിച്ചിരുന്ന സക്കാത്ത് പോലുള്ള മറ്റുള്ള ആൾക്കാരെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കേണ്ട സംഗതികൾ, മാനസികമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടിയിരുന്ന ഒരു തണിയായി നിൽക്കുന്ന അവസ്ഥ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയാക്കിയതൊക്കെ അവിടെ വെച്ച് മനുഷ്യന് ഓർമ്മ വരികയാണ്. അലിമത്ത് നഫ്സും. പക്ഷെ അത് അറിഞ്ഞിട്ട് കാര്യമില്ല, ഇനി പ്രവർത്തിക്കാൻ നേരല്ലേ ആ അവസ്ഥ. അപ്പം അതിനു മുമ്പേ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് കാണിച്ചു തന്ന ഈ മാർഗം പുൽകി ഈ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയും നന്മകൾ വർദ്ധിപ്പിക്കുകയും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്നാൽ സാധിക്കുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ സ്വീകാര്യനായി തീരാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിത് സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ.